എപ്പിസോഡ് തുടങ്ങുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മീജി പറയുന്നത് കേട്ട് ഹോസു പറയും, നീ ഒരു വെളിവും ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്, നീ ഇപ്പം എന്താ പറയുന്നതെന്ന് നിനക്ക് പോലും അറിയില്ലാന്ന്. ഹോസു, നീ എന്ത് ഇങ്ങനെ പെരുമാറുന്നേ? നിനക്ക് ശരിക്കും ആരെ ഇഷ്ടം? എനിക്കും എന്ന് തുടങ്ങി ഹോസു എന്തോ പറയാൻ വരുന്നുണ്ട്. കട്ടാകുമ്പോൾ രാവിലെ ഹോസുവിന്റെ അപ്പാർട്ട്മെന്റിൽ കണ്ണു തുറക്കുന്ന മീജി ചെറുതായിട്ട് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ആകെ ഷോക്കായിട്ട് നിൽക്കുവാണ്. എനിക്കും എന്ന് തുടങ്ങി അവൻ എന്തോ പറഞ്ഞു വന്നു. അതിനി എനിക്കും നിന്നെ ഇഷ്ടമാണ് എന്നാകോ? മീജിയുടെ ഉള്ള സമാധാനം മൊത്തം പോകും. കാരണം അവന് ഇവള് മീജിയല്ലല്ലോ, മീരയല്ലേ. മാത്രമല്ല ഇന്നലെ ആണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഇവള് പറയുകയും ചെയ്തു. ഹോസു ഇപ്പൊ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവള് പറയും, ഞാൻ ഇന്നലെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ അല്ലെങ്കിൽ അങ്ങനെയാ, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ വെളിവില്ലാണ്ട് ഓരോന്ന് പറയും. അതൊക്കെ ഞാൻ ആ ഒരു സ്വബോധം ഇല്ലാത്ത അവസ്ഥയെ പറയുന്നതാ. നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. എനിക്ക് നീ എപ്പോഴും എന്റെ ഫ്രണ്ട് മാത്രം. ഹോസു പറയും, നീ പേടിക്കണ്ട, ഞാൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോഴാണ് ഹോസു നിനക്കിന്ന് ഓഫീസിൽ പോവേണ്ടെന്ന കാര്യം അവളോട് ചോദിക്കുന്നത്. അവളാണെങ്കിൽ ആ കാര്യം മറന്നിരിക്കുമായിരുന്നു. സമയമാണെങ്കിൽ ലേറ്റ് ആവുകയും ചെയ്തു. പിന്നെ ധൃതിയിൽ ഒരു കണക്കിന് ഓടി അവൾ ഓഫീസിലേക്ക് എത്തും. കിംതി ആണെങ്കിൽ ഓൾറെഡി അവൾ ബാത്റൂമിൽ പോയിരിക്കുവാണെന്നൊക്കെ ഇവരോട് കള്ളം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഒരു മീറ്റിംഗ് നടക്കുവാണ്. ചോയ് അവളെയും വിളിക്കും. അവരുടെ പെൻഡിങ് വർക്കിന്റെയും ലാൻഡിന്റെയും ബിൽഡിങ്ങിന്റെ കാര്യമൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ഈ പ്രൊജക്ട് മുൻകൈ എടുത്തത് മീജി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നുകൂടെ കണക്കുകളും കാര്യങ്ങളൊക്കെ അറിയാം. ഗവൺമെന്റാണെങ്കിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊന്നും ഹെഡിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് മനസ്സിലാക്കി മീജി ഇപ്പോൾ അതെല്ലാം ഹെഡിന് പറഞ്ഞു കൊടുക്കും. ഇപ്പോഴാണ് ഹെഡിന് ഇവളാണ് ലേഡിയുടെ ബിൽഡിങ്ങിന്റെ കാര്യം ലീഡ് ചെയ്തതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഇയാൾ ഇവൾക്ക് ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്ട് കൊടുക്കും. അങ്ങനെ അതും കൊണ്ട് സീറ്റിലോട്ട് വരുമ്പോഴാണെങ്കിൽ അവിടെ ടേബിളിലായിട്ട് ഇവളുടെ ഒരു ഫോട്ടോയും പിറകിലായിട്ട് എന്തോന്ന് എഴുതിയിട്ടുണ്ട്. സോറി, ഞാൻ കാരണമാണ് ഇതെല്ലാം നിനക്ക് ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വന്നത്. എന്നാ ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. SY എന്നാണ് നെയിമിന്റെ ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. ഇതേ സമയം തന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തോ പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള പാർക്ക് എന്ന പുള്ളിയില്ലേ, അയാൾ ഇവർക്ക് എല്ലാവർക്കും എബ്രോഡിൽ നിന്ന് ഗിഫ്റ്റുകൾ അയച്ചിരിക്കുവാണ്. ഈ പാർക്കിന്റെ ഫുൾ നെയിം ആണെങ്കിൽ സാങ്യോങ് എന്നാണ്. അയച്ചിരിക്കുന്ന ഗിഫ്റ്റുകളിലെല്ലാം തന്നെ സാങ്യോങ്ങിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള SY ഉണ്ട്. മീജിക്ക് മനസ്സിലാകും അയാളാണ് ഇത് എനിക്ക് അയച്ചിട്ടുള്ളത്. ഇവിടെ വീട്ടിലാണെങ്കിൽ മിസ്സസ് കിമിന് ഭയങ്കര ടെൻഷൻ. മീരയാണെങ്കിൽ ഇപ്പൊ ഫാമിലൊന്നും പോകാതെ വീട്ടിലിരിക്കുമല്ലേ, അവള് വീണ്ടും പണ്ടത്തെ പോലെ റൂമിനകത്തായി പോകുമെന്നുള്ളതാണ് കിമ്മിന്റെ പേടി. കിം ഇക്കാര്യം സോങ്യോങ് വരുമ്പോ പറയും, നീ അവളെ വിളിച്ചൊന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോക്കോളാന്ന് അവനും സമ്മതിക്കും. കടകുമ്പോ ഹോസു ആണെങ്കിൽ ഇന്നലത്തെ രാത്രിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. മീജി, നിനക്ക് ശരിക്കും ആരെയും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ എനിക്കും അത് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പോ അല്ല എന്നാണ് അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പൊ ജിയുൻ കോൾ ചെയ്ത് ഇവനെ കാണണമെന്ന് പറയും. അർജന്റ് ആണെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയത് ഫുഡ് കഴിക്കാനും കുറച്ച് ഫോട്ടോസ് എടുക്കാനുമായിരുന്നു. ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ നേരെ മീജിയുടെ അടുത്തേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇവന്റെ അപ്പാർട്ട്മെന്റിൽ ഇവള് കുറച്ച് സാധനങ്ങൾ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാൻ. ഇവര് രണ്ടുപേരെ ഒരുമിച്ച് കണ്ട് മീജിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ഇതേസമയം മീരയും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് ആ സ്ട്രോബെറി ഫാമിന്റെ ഫയൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ട്, എന്നവർക്ക് പറ്റുന്നില്ല. താൻ ജോലി ഉപേക്ഷിച്ചു എന്നും പറഞ്ഞ് ഇറങ്ങിയ സമയം അതിന്റെ റീസൺസ് ഏജി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയും, നമ്മളെ കുറിച്ച് കുറെ റൂമേഴ്സ് ഉണ്ട്, ആളുകള് നമ്മളെ കുറിച്ച് മോശമായി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണോ നീ ജോലി ഉപേക്ഷിക്കുന്നത്? ആളുകള് തമാശയ്ക്ക് പഠിച്ചു വിടുന്ന റൂമേഴ്സ് കേട്ട് ആ റൂമേഴ്സ് എല്ലാം ഫേക്ക് ആണെന്ന് എനിക്ക് നിനക്കും അറിയില്ലേ? ഇതാണോ ഇത്രയും വലിയ നിന്റെ പ്രശ്നം? ശരി, ഇതുവരെ ചെയ്ത ഉപകാരത്തിനൊക്കെ നന്ദി. ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീജി കോൾ ചെയ്യും. ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീജി ഇവളെ കുറിച്ച് ചോദിക്കും. നോർമലി ഞാൻ എന്നെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാറ്, നിന്റെ കാര്യമൊന്നും ചോദിക്കാറേയില്ല. നീ എങ്ങനെ ഇരിക്കുന്നേ? സ്ട്രോബെറി ഫാമിൽ വർക്കിന് പോയ കാര്യമൊക്കെ ഇവള് പറയും. അത് നല്ലതാ, എന്തെങ്കിലും വർക്കിന് പോയാൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആകുമെന്ന് മീജി പറയുമ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്തു എന്ന് പറയുവാണ് മീരെ. ഒന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായേ, എന്റെ പ്രോബ്ലംസ് ഒക്കെ നീ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ പോയാലും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ വീക്ക് തന്നെ നമുക്ക് പഴയ പോലെ സ്വിച്ച് ചെയ്യാം. ആക്ച്വലി വീണ്ടും പഴയ പോലെ ആകുന്നതിനോട് മീജിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇവിടെ അവള് കുറച്ച് പണിയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആദ്യം തന്നെ ഹോസുവിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കണം, ഹെയർ ഒക്കെ പഴയ പോലെ ആക്കണം. പക്ഷെ ഇപ്പൊ ഇവള് പുതിയൊരു പ്രൊജക്ട് ഏൽപ്പിച്ചിരിക്കുവാണല്ലോ, അതെന്ത് ചെയ്യുമെന്നാണ് ഇവളുടെ സംശയം. വേണ്ടാത്തതിലൊക്കെ കൊണ്ടുപോയി തലവെച്ച് കൊടുത്തു എന്ന് മീരെങ്ങാനും പറഞ്ഞാൽ അവളെ ദേഷ്യപ്പെടും എന്നുള്ളത് ഉറപ്പാ. കട്ടാകുമ്പോൾ ഓഫീസിലിരിക്കെ ജിയൂൺ ആണെങ്കിൽ അവളുടെ കുറച്ച് കോവർക്കേഴ്സ് അവളെ കുറിച്ച് പറയുന്നത് കേൾക്കും. ഈ ജിയൂൺ ശരിക്കും ഒരു കോൺട്രാക്ട് വർക്കറാണ്. അവളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ ആ ലോയർ ചെറുക്കനെ ചാക്കിലാക്കാൻ പോകുന്നത്. ഇവളുടെ കോൺട്രാക്ട് വർക്കൊക്കെ അവനും അറിയുന്നതല്ലേ. അന്നാ ബ്ലൈൻഡ് ഡേറ്റിന്റെ അന്ന് അവൾ വരുന്നതിന് മുന്നേ അതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ അവനോട്. ഇതെല്ലാം കേൾക്കുന്ന ജിയൂൺ ആകെ ഷോക്കാവും. കോൺട്രാക്ട് വർക്കിന്റെ കാര്യമൊക്കെ ഇവൾ എല്ലാവരോടും മറച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇവളിപ്പോ നേരെ ഹോസുവിനെ പോയി കണ്ട്, നീ ഞാൻ കോൺട്രാക്ട് വർക്കറാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ടും അതൊന്നും കാണിക്കാതിരിക്കുമായിരുന്നു. എനിക്കറിയാം ഉള്ളിൽ നീ പരിഹസിക്കുമല്ലായിരുന്നോ. നീ സക്സസ്ഫുൾ ആയതുകൊണ്ട് അതൊന്നും നിനക്ക് വലിയ പ്രശ്നമായിരിക്കില്ല. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊക്കെ എനിക്ക് വലിയ പ്രശ്നമാണ്. ഇത് കേൾക്കുന്ന ഹോസു അറിയും, കോൺട്രാക്ട് വർക്ക് ആണെങ്കിൽ അതിലിപ്പോൾ എന്താ പ്രശ്നം? നമ്മൾ രണ്ടുപേരും ഡിഫറെന്റാ. ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിനക്കും, നീ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാൻ നിന്റെ ഫീലിങ്സ് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ഇതെല്ലാം കേട്ട് നീ ശരിക്കും ഒരു പ്രത്യേക ക്യാരക്ടർ ആണല്ലോ എന്നും പറഞ്ഞിരിക്കുവാണ് ചെയ്യും. കെട്ടാകുമ്പോൾ ലീഡ് ലോ ഫേം ആണല്ലോ മീരയുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ ആ ലേഡി ഹോസ്പിറ്റലിലാണെന്നും അവരുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഹോസു ആണ് കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന് ലീക്ക് അറിയാം. ആ ലേഡിയെ കൊണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് ചോയ് പറയുമ്പോൾ ഈ പ്രൊജക്ടിന് മുൻകൈ എടുത്ത് മീജിയെ കണ്ട് സംസാരിക്കണമെന്ന് ലീ പറയും. എന്റെ പേര് ലീ, റോസ റെസ്റ്റോറന്റ് കേസ് ഹെൽപ്പ് ചെയ്യുന്ന അറ്റോർണി ഞാനാ. നീ ആ ലേഡിയുമായിട്ട് ഒരുപാട് തവണ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് ഹോസുവിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹോസുവിനെ എനിക്ക് ഓൾറെഡി അറിയാം, ഞങ്ങൾ സ്കൂൾ ഫ്രണ്ട്സാ. പുതിയ HQ പ്രൊജക്ട് വേറെ ആരുടെയോ കൂടെയുള്ള പ്രശ്നത്തെ ചൊല്ലി ചിലപ്പോൾ നീ അത് വേണ്ടെന്ന് വെക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കേട്ടു.
ആ വ്യക്തിയെ ഞാൻ ആ പ്രൊജക്റ്റിൽ നിന്ന് മാറ്റിയാ നീ ആ പ്രൊജക്റ്റ് ലീഡ് ചെയ്യോ? എനിക്കെന്തോ നീ ഇതിന് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. ആ പുതിയ സൈറ്റിൽ നമ്മളൊരു മെട്രോ സ്റ്റേഷൻ പണിയാൻ പോവാം. ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയൂ. ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്, ആരോടും പറയരുത്, ഒരാളോട് പോലും. ഈ മെട്രോ സ്റ്റേഷന്റെ പ്രൊജക്ടിന്റെ കാര്യം അറിഞ്ഞ് മീജി ആകെ അപ്സെറ്റ് ആവുകയാണ്. ആ ലേഡി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിരിക്കുവാണ്. അവരെ കൂട്ടാൻ വേണ്ടി വന്നതാണ് അവള്. ഇക്കാര്യമൊന്നും ഇവരോട് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവളത് മറച്ചു വെക്കും. ഇപ്പൊ ഈ ലേഡി ആണെങ്കിൽ ഇവളോട് താങ്ക്സ് പറയാണ്. ആദ്യമൊക്കെ ഇവളോട് ഒരുപാട് റൂഡായിട്ടല്ലേ പെരുമാറേ. അന്ന് വീണപ്പോൾ ഞാനോർത്തു അവിടെ തന്നെ കിടന്ന് ചാവാനാ എൻ്റെ വിധിയെന്ന്. നീ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനെ നടന്നേനെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ നിന്നോട് നന്നായിട്ട് പെരുമാറിയേനെ. നീ എന്നോട് ക്ഷമിക്ക്. ഈ സമയം ആ മെട്രോ സ്റ്റേഷനെ കുറിച്ച് ഇവളിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. എന്ന് ഈ സമയമാണ് ജീവന്റെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് ഹോസ് വരുന്നത്. അങ്ങനെ ഇവര് ലേഡിയും കൊണ്ട് വീട്ടിലോട്ട് വരും. ഇപ്പോഴാണെങ്കിൽ ആ ലേഡിയുടെ ഫ്രിഡ്ജിലായിട്ട് 2 പേരുടെ ഫോട്ടോ മിഞ്ചി ശ്രദ്ധിക്കും. അതിലൊരെണ്ണം ഈ ലേഡിയാണ്, മറ്റൊരെണ്ണം ഈ ലേഡിയുടെ ഫ്രണ്ടും. ആ ഫ്രണ്ടിന്റെ പേര് അടിയിലെ സാങ്കോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലേഡി എഴുതിയിട്ടുള്ള ദ സീ ഓഫ് സാങ്വോൾ എന്ന പോയം ശരിക്കും ഫ്രണ്ടിനെ കുറിച്ചുള്ളതാണെന്ന് മീജിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നാൽ മീജി അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ അതൊന്നും കൂടുതൽ പറയാതെ ആ ലേഡി അങ്ങ് വിഷയം മാറ്റിക്കളയും. മീജിക്കാണെങ്കിൽ ഈ ഇടയായിട്ട് ജിയോൺ ഹോസുവിന്റെ പിറകെ നടക്കുന്നതൊന്നും വലിയ ഇഷ്ടാവുന്നില്ല. അവളിങ്ങനെ കിട്ടിയ ചാൻസിന് അവളോട് ചോദിക്കും, നീ ഇപ്പോൾ കുറേ ആയിട്ട് ഹോസുവിന്റെ ഒപ്പം തന്നെയാണല്ലോ, എന്താ നിനക്കത് ഇഷ്ടപ്പെടുന്നില്ലേ? നിനക്കിനി അവനോട് വല്ല താല്പര്യമുണ്ടോ? ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. നിനക്കറിയാലോ, നമുക്കെപ്പോഴും ഒരേ കാര്യങ്ങളോടായിരുന്നു താല്പര്യം. നിന്റെ ജോലി വരെ ഞാൻ ആഗ്രഹിച്ചതാ, പക്ഷേ നിനക്കാ എപ്പോഴും എല്ലാം കിട്ടിയത്. ഇതേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്റെ ജോലിയും പോവും. ആദ്യമൊക്കെ ഹോസ് ഒരു വക്കീലായതുകൊണ്ടായിരുന്നു എനിക്ക് അവനോട് ഇഷ്ടം. പിന്നെ എനിക്ക് അവന്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതിപ്പോ ഇങ്ങനെ പറയാ, ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ. സത്യത്തിൽ ഇവനെ കുറിച്ച് പറയുന്നതിനോടൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് മ്യൂജിക്കും കഴിയുമായിരുന്നു. അത്ര താല്പര്യമില്ലെങ്കിലും മതത്തൊന്നും പറയാതെ അവൾ അതൊക്കെ കേട്ടിരിക്കും. തിരിച്ചു പോകുമ്പോൾ ഇവരെ രണ്ടുപേരും ഒരുമിച്ച് വിടാനായിട്ട് ഇവൾ എക്സ്ക്യൂസ് പറഞ്ഞു മുങ്ങും. ഇപ്പൊ സേജിനെ നോക്കുമ്പോൾ അവൻ എന്ത് ചെയ്തിട്ടും ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. വല്ലാതെ ഒറ്റപ്പെട്ടൊരു ഫീല്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവന്റെ ഗ്രാൻഡ് പി ഓർമ്മ വരും. ഇവൻ എപ്പോഴും ഇരിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ ചെയർ അതവന്റെ മുത്തശ്ശന്റെയാണ്. പണ്ട് പുതിയ ചെയർ വാങ്ങിക്കൊടുത്ത പഴയത് കളയാനായിട്ട് ഇവൻ ഒരുപാട് മുത്തശ്ശനെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും മുത്തച്ഛന് പ്രിയം ആ ഒരു പഴയ ചെയറിനോട് തന്നെയായിരുന്നു. മുത്തച്ഛൻ പോയപ്പോഴാണ് അവൻ ആ ചെയറിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് അത് പിന്നെ കളയാതെ അവനൊപ്പം കൂട്ടിയത്. ഇവിടെ മീജിക്കാണ് ഒരു ചെറിയ പ്രശ്നം. ആ മെട്രോ സ്റ്റേഷന്റെ ഫയല് കാണുന്നില്ല. അത് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇവരുടെ പഴയ ക്ലാസ്മേറ്റ് ഹ്യോൺ വിളിക്കുന്നത്. ഇവരുടെ കൂടെ പഠിച്ച 2 പേരുടെ മാരേജ് വരികയാണ്. അപ്പൊ അതിന് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞാണ് വിളിച്ചത്. ഞാൻ വന്നോളാം, നീ പൊക്കോളാൻ വേണ്ടിയിട്ട് മീജി പറയുമ്പോൾ ഹോസു ജിയുന്റെ കൂടെയാണ് പോകുന്നതെന്നും അപ്പൊ നീ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമെന്നും അവൻ പറയും. അത് കേട്ട് അവൾ ആകെ അപ്സെറ്റ് ആവും. കേട്ടാകുമ്പോൾ മീജിയുടെ വാച്ച് തന്റെ റൂമിൽ കിടന്ന് ഹോസുവിനെ ഇട്ടു. അവൻ അതെടുത്ത് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഈ സമയം മീജി ആ മെട്രോ സ്റ്റേഷന്റെ കാര്യം ഹോസുവിനോട് പറയും. എന്നാൽ ഹോസു ആണെങ്കിൽ ഇപ്പൊ ഇവളെ ചീത്ത അറിയാണ്. അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമൊക്കെ എന്തിനാ നീ എന്നോട് പറഞ്ഞെന്ന് ചോദിച്ചു. നീ ഇതാരോടെങ്കിലും പറഞ്ഞു എന്നെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ നീ ഉറപ്പായിട്ടും ജയിലിൽ പോകേണ്ടി വരും. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ലേഡിയുടെ പ്രോപ്പർട്ടിക്ക് അത്യാവശ്യം നല്ല ക്യാഷ് കിട്ടും. അതായത് കമ്പനി കൊടുക്കാന്ന് തീരുമാനിച്ചതിനേക്കാൾ ഒരുപാട്. എന്നാൽ അതാണെങ്കിൽ മീജിക്ക് തുറന്ന് പറയാനും പറ്റുന്നില്ല. എനിക്കെന്തോ ഞാൻ അവരെ പറ്റിക്കുന്ന പോലെ തോന്നുന്നു. എന്താ ഞാനിപ്പോ ചെയ്യാന്ന് മീജി ചോദിക്കുമ്പോൾ അവൻ പറയും, ഒരു കാര്യം ചെയ്യ്, നീ എന്നോടിപ്പോ പറഞ്ഞില്ലേ, അവരോട് പറയാത്തത് ഞാനാണെന്ന് വെച്ചോ. ഇനി തൊട്ട് വേറെ ആരോടും നീ ഇക്കാര്യം പറയണ്ടെന്ന് പറയും. പിറ്റേന്ന് വീണ്ടും ലീ മീജിയെ കാണാൻ വേണ്ടി വരും. നീ ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവൻ പ്രത്യേകം ചോദിക്കും. ഇല്ലാന്ന് അവളും പറയും. ഇപ്പൊ ലീ ഒരു 4 ഗേൾസിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അതിലൊരാളെ ചൂണ്ടിക്കാണിച്ച് ഇതല്ലേ ആ ലേഡി എന്ന് ചോദിക്കും. എന്നാൽ ലീ ചൂണ്ടിക്കാണിച്ചത് സാങ്വോൾ എന്ന് പറയുന്ന ആ ലേഡിയുടെ ഫ്രണ്ടിനെയാണ്. ഞാൻ അന്വേഷിച്ചപ്പോ ഇതാണ് അവരെന്ന് കേട്ടു. എന്താ ഇതെന്നല്ലേ എന്ന് ലീ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആയിരിക്കും, എനിക്കറിയില്ല എന്ന് പറയാണ് മീജി. എന്നാ പക്ഷെ ഇതൊരു സംശയമായിട്ട് മീജിക്ക് മാറുവാണ്. ലീ പറഞ്ഞതുപോലെ ആ സാങ്വോൾ എന്ന് കാണിച്ച ഗേളാണോ ഈ ലേഡി, അതോ മറ്റേ ആളാണോ എന്ന്. ഇതും ആലോചിച്ച് ഇവളിങ്ങനെ ഇരിക്കുമ്പോൾ ആ ലേഡി ആണെങ്കിൽ ഇവൾക്കിപ്പോൾ ആ മെട്രോ സ്റ്റേഷന്റെ ഫയൽ എടുത്തു കൊടുക്കും. അത് അവൾ ഇവിടെയായിരുന്നു മറന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു നിമിഷം മീജി ഒന്ന് ഷോക്ക് ആവുമെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ സൂക്ഷിക്കേണ്ടതെന്നും പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞ് ലേഡി ആ ഒരു ഫയൽ അവൾക്ക് കൊടുക്കും. കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കൂട്ടി ആലോചിക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു കാര്യം മനസ്സിലാവും. അത് അവൾ ഹോസുവിനോട് പറയുമ്പോൾ ഹോസുവിന് ഈ കാര്യം മുന്നേ അറിയാം. അതായത് ഈ ലേഡിക്ക് വായിക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട്, അതെന്തൊരു രോഗമാണ്. എന്നാൽ ഇതറിയുന്ന മീജിക്കാണെങ്കിൽ സംശയങ്ങൾ കൂടും. അങ്ങനെ ഒരാൾ എങ്ങനെ പൊയറ്റായി, എങ്ങനെ ഒരു നല്ല യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടി, ഇനി അവർ ശരിക്കും അവരുടെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുവാണോ എന്ന് ഇവരുടെ സംശയങ്ങൾ കേൾക്കുന്ന ഹോസു പറയും, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. പഴയ കാര്യങ്ങളൊന്നും ചിക്കിച്ചെയ്യാനായിട്ട് നമ്മൾ പോകണ്ട. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത ചില രഹസ്യങ്ങളില്ലേ, അതുപോലാണ് ഇതെന്നും കരുതിയാൽ മതിയെന്നും പറഞ്ഞ് അവൻ പോവും. കെട്ടാകുമ്പോൾ രാവിലെ തന്നെ മീരയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുവാണ് സോങ്ക്യോ. കിമ്മ് പറഞ്ഞതുപോലെ ഇവളുടെ മൂടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവളെയും കൂട്ടിയൊരു ട്രിപ്പ്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ഇവൾ എത്ര ചോദിച്ചിട്ട് ഇവൻ പറയുന്നില്ല. ഇതേസമയം മീജി ആണെങ്കിൽ ഹ്യോണിന്റെ കൂടെ വെഡിങ്ങിന് വന്നിരിക്കുകയാണ്. ജിയുന്റെ കൂടെയാണ് ഹോസ് വരുന്നത്. അവർ രണ്ടുപേരോട് ഒരുമിച്ച് സംസാരിക്കുന്നതും അടുത്ത് ഇടപെടുന്നതൊക്കെ കാണുമ്പോൾ മീജിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സോങ്യോങ് ആണെങ്കിൽ മീരേനെ കൊണ്ട് സോളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കാര്യം എന്താന്ന് പറയാൻ പറയുമ്പോൾ അവൻ പറയും, നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്നത്, നിനക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അവിടെ ഒരു ഹോട്ടലിൽ കഴിയാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് തിരിച്ചു മടങ്ങാം. ചെറിയൊരു ഡേറ്റിംഗും ആയിക്കോട്ടെ, കുറെ ആളായില്ലേ നമ്മളിങ്ങനെ ഒരുമിച്ച് എന്നത് കേൾക്കുന്നതും മീരയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. അവൾ അവനെ കൊണ്ട് കാറ് നിർത്തിക്കും. നീ ഇപ്പൊ നിന്റെ ലൈൻ ക്രോസ് ചെയ്തിരിക്കുക. സത്യത്തിൽ നീ ഇപ്പൊ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ ഉണ്ടല്ലോ. നമുക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തെന്നോ?
നീ എൻ്റെ എക്സ് ആണെന്ന് കരുതി എല്ലാം ഞാൻ സഹിക്കില്ല. ഒരാണിനും പെണ്ണിനും ഇടയിലെ ചില ബൗണ്ടറീസ് ഒക്കെ ഉണ്ട്. നമ്മൾ ക്ലോസ് ആണെന്ന് കരുതി അതൊരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവളിങ്ങനെ നിർത്താതെ വായ തോന്നിയതെല്ലാം പറയുന്നത് കേട്ട് ഇപ്പൊ സോങ്യോങ് ഒതുക്കും. നീ ശരിക്കും മീജി അല്ല അല്ലേ? ഇവിടെ പാർട്ടിയിലെ ഹോസു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. ഹ്യോൺ മീജിയോട് അടുത്തിടപഴകുന്നതൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഹ്യോൺ ആണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ആരെയോ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ആരെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ കാര്യം പറയും. സോങ്യോങ്ങിനെയും മീജിയാണെന്ന്. അവൻ മീജിയും കൂട്ടി വരാൻ എന്നോട് പറഞ്ഞിരുന്നു. അവരെ വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ രസമായേനെ. ഇത് കേൾക്കുന്ന ഹോസു ഒതിക്കും. എന്ത് രസം! കുറെ കാലത്തിന് ശേഷം അവരെ കാണുന്നതിൽ നിനക്കെന്ത് ഇത്ര രസം? പ്രായം കുറെ ആയില്ലേ? എന്നിട്ട് ഇപ്പോഴും നിനക്ക് ആ കാര്യമൊക്കെ തമാശയാണോ? അതെ, പ്രായം ആകും തോറും എനിക്ക് അതിന്റെ തമാശ കൂടി വരുമോ? ഇത് ഹോസുവിന് ഒട്ടും പിടിക്കില്ല. അവിടെ ഒരു പിടിവലി തന്നെ ഉണ്ടാവും. ഒരു വിധമാണ് മീജി അതിനെ പറഞ്ഞ് സോൾവ് ആക്കുന്നത്. ദേഷ്യത്തിലെ ഹോസു അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവൻ പോയി കഴിയുമ്പോൾ മീജി ഹ്യോണിനോട് ഒതിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പണ്ട്? ഹ്യോൺ കാര്യം അങ്ങ് തുറന്നു പറയും. സത്യത്തില് ഈ സോങ്യോങ് ഒരു ഗേ ആണ്. അവന് ഹ്യോണിനെ ആയിരുന്നു ഇഷ്ടം. അവൻ ചെന്ന് ഹ്യോണിനെ പ്രപ്പോസ് ചെയ്യും. എന്നാൽ അവന്റെ മുഖമൊക്കെ മാറിയത് കണ്ട് ഇവൻ അതൊരു കോമഡിയാക്കി കളയും. ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തതാന്നൊക്കെ പറഞ്ഞു. ഓ, അപ്പൊ നീ മീജി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്? നിങ്ങളാണല്ലോ ഭയങ്കര അടുപ്പം എന്നും പറഞ്ഞ് ഇവര് നിർബന്ധിച്ചാണ് ഇവനെ കൊണ്ട് മീജിയെ പ്രപ്പോസ് ചെയ്യിക്കുന്നത്. എന്നാൽ ഇക്കാര്യം എല്ലാം ഹോസു കണ്ടിട്ടുണ്ടായിരുന്നു. മീജിയെ പ്രപ്പോസ് ചെയ്യരുതെന്നും സോങ്യോങ്ങിനോട് അവൻ പറഞ്ഞിട്ടുണ്ട്. സോങ്യോങ് മീജിയെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഈ ഹ്യോണും കൂട്ടരും കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ അത് കേട്ട് ദേഷ്യത്തിലെ ഹോസു ആണെങ്കിൽ ആ ഫോൺ തല്ലി പൊട്ടിച്ച് അന്ന് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അടി വാങ്ങി കൂട്ടിയതെല്ലാം ഹോസു ആണെന്ന് മാത്രം. സോങ്യോങ്ങിനെ കുറിച്ചുള്ള ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് മീര അറിയുന്നത്. അതുപോലെ ഇത് മീരയാണെന്നുള്ള കാര്യവും സോങ്യോങ്ങിന് മനസ്സിലാവും. ഈ കാര്യങ്ങളെല്ലാം മീജിക്ക് ഓൾറെഡി അറിയായിരുന്നു. ഇവരുടെ ഡേറ്റിംഗ് ആരംഭിച്ചൊരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവൻ ഇക്കാര്യങ്ങളെല്ലാം മീജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഇവളിങ്ങനെ പെരുമാറിയപ്പോഴേ ഇവന് മനസ്സിലായി ഇത് മീജി അല്ലാന്ന്. ഇക്കാര്യങ്ങളെല്ലാം ഹ്യോണിന്റെ അടുത്തുനിന്ന് കേട്ട് മീജിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ആ മീജിക്ക് കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിയില്ലാന്ന് തോന്നുന്നേന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മീജിയുടെ കൺട്രോൾ പോകും. നിനക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ മീര ആയത് നിന്റെ ഭാഗ്യം, അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നും പറഞ്ഞ് ഇവള് നേരെ ഹോസുനെ കാണാനായിട്ട് ഓടും. ഓടി ചെല്ലുന്നതിനിടയിൽ കാലൊന്നും മടങ്ങി വീഴാനും പോകുന്നുണ്ട്. ഹോസു ജിയുന്റെ കൂടെ പോകുന്നതിന് മുന്നേ മീജി കോൾ ചെയ്ത് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. ജിയുനെ പറഞ്ഞു വിട്ട് ഹോസു പോകാൻ തുടങ്ങുമ്പോൾ അവള് പറയും, നീ ആരെയാ ശരിക്കും കാണാൻ പോകുന്നേ? അവള് ശരിക്കും മീരയല്ല. എന്നൊരു ഭാവവ്യത്യാസം ഇല്ലാതെ ഹോസു പറയും, അതെനിക്കറിയാം, അവൾ മീജിയാണെന്ന്. സംഭവം അന്ന് അവളെ കള്ളു കുടിച്ച് ബോധം പോയ രാത്രി ഉറക്കത്തിൽ കിടന്ന് അവളിങ്ങനെ പിച്ചും പേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസു, എനിക്ക് നിന്നോട് സത്യം പറയാനുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല. ഈ ഒരു മൊമെന്റിലാണോ ഇവൻ അവളെ പിടികിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവൻ ഇപ്പൊ അവളെ മീജിന്ന് വിളിക്കും. ഉറക്കത്തിൽ അവളാണെങ്കിൽ വിളി കേൾക്കുകയും ചെയ്യും. ഇവിടെ സോങ്യോങ് മീരയോട് അറിയും, നിന്റെ അമ്മ നിന്നെ കുറിച്ച് ഓർത്ത് ഭയങ്കര ടെൻഷനില്ല. ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരെയൊക്കെ കാണുക. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഫാമിന്ന് കിട്ടിയതേ? അയാളെ ജോലിക്ക് വേറെ ആരെങ്കിലും വെച്ചോ? അത് ഞാനെങ്ങനെ അറിയാനാ? എന്താ നീ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എങ്ങോട്ടേക്കാ പോണ്ടേ? വീട്ടിൽ പോണോ അതോ വേറെ എവിടെയെങ്കിലും പോണോ? മീര അറിയും എനിക്കങ്ങനെ പോകാൻ ഒരു ഇടവില്ലാന്ന്. ഇവിടെ മീജി ആണെങ്കിൽ ഇങ്ങനെ മുടന്തി നടക്കുന്നതുണ്ട്. തന്റെ പിറക്കി കയറിക്കോ, തന്നെ അടുത്തൂടെ നടക്കാന്ന് പറയാണ് ഹോസു. എന്നാൽ അവന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായതുകൊണ്ട് തന്നെ മീജി ഇങ്ങനെ മടിച്ചു നിൽക്കുവാണ്. എന്നാൽ ഇപ്പൊ തനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞ് അവൻ അവളെ എടുത്തോണ്ട് നടക്കും. നിനക്ക് സോങ്യോങ്ങിന്റെ കാര്യങ്ങളൊക്കെ അറിയാറുന്നല്ലേ? അവനും മീജിയും കപ്പിൾസ് അല്ലാന്നും നിന്റെ സീക്രട്ട് അല്ലാഞ്ഞിട്ട് പോലും നീ അത് കീപ്പ് ചെയ്തു. ഹോസു അറിയും എനിക്ക് ആളുകളെ കംഫർട്ട് ചെയ്യാനോ അവരുടെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാനോ അറിയില്ല. എന്നാ ഇതുപോലെ രഹസ്യങ്ങൾ കീപ്പ് ചെയ്യാൻ അറിയാം. നിനക്കെന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? എന്താന്ന് ചോദിക്കുമ്പോൾ അവൾ അറിയും, ആക്ച്വലി ഞാനത് നെക്സ്റ്റ് വീക്ക് പറയാനാ പ്ലാൻ ചെയ്തിരുന്നത്. അതെന്റെ കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ പറയണമെന്ന് അറിയില്ല. കാര്യം മനസ്സിലായത് കൊണ്ടാണോ എന്നറിയില്ല. അവൻ പറയും, എന്നാ നീ അത് പിന്നെ പറഞ്ഞാൽ മതി. എന്താണെങ്കിലും നീ കംഫർട്ടബിൾ ആവുമ്പോൾ പറഞ്ഞാൽ മതി. അവിടെ വെച്ച് കെട്ടാകുമ്പോൾ സേജിനെ നോക്കുമ്പോൾ ഫാമിലൊക്കെ പൊരിഞ്ഞ മഴയാണ്. ഓരോന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കഷ്ടപ്പെടുകയാണ് ഒറ്റയ്ക്ക്. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി നിസ്സഹായ അവസ്ഥയിൽ അവൻ നിൽക്കുന്ന സമയത്താണ് നീ എന്താ അവിടെ ചെയ്യുന്നേ എഴുന്നേക്കാൻ പറഞ്ഞ് ഒരാൾ ഓടി വരുന്നത്. അത് മീരയായിരുന്നു. മീരയെ കണ്ട് അവൻ ആകെ ഷോക്കായിട്ട് നിൽക്കുവാണ്. നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം നമുക്ക് പിന്നെ പറയാമെന്നും പറഞ്ഞ് അതെല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അവൾ അവനെ ഹെൽപ്പ് ചെയ്യും. റോഡിലൊക്കെ വെള്ളം കയറിയിരിക്കുവാണ്. ഇനി അവൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. സേജിന് അവളെ അവൻ കഴിയുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നീ വലിയ സൂപ്പർ ഹീറോയെ പോലെ വന്നപ്പോൾ ഞാൻ ഓർത്തു നിനക്കെന്തെങ്കിലും അറിയായിരിക്കുമെന്ന്. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അല്ലല്ല, നീ വന്നത് കാര്യമായി. നീ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ടാ വന്നതെന്നുള്ള കാര്യം അവൾ പറയും. ഇപ്പൊ ശരിക്കും നമ്മൾ തമ്മിലുള്ള റൂമേഴ്സ് കൂട്ടുമല്ലോ. ശരിക്കും സത്യത്തിൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അവൾ പറയും, എൻ്റെ ഫ്രണ്ട് ചോദിച്ചു നിനക്ക് എവിടേക്കെങ്കിലും പോകണമെന്ന്. എനിക്ക് ഓർമ്മ വന്ന ഒരേ ഒരു പ്ലേസ് ഇവിടെയാണ്. എല്ലാം ഫേക്കായ സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാത്രമേ എനിക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ നീ എന്തിനാ റൂമേഴ്സിനെ ഇങ്ങനെ വെറുക്കുന്നേ? റൂമേഴ്സിനെ ഇഷ്ടപ്പെടാൻ ഒരു കാരണവും ഇല്ലല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമാണല്ലോ എന്ന് അവൻ പറയും. നമ്മൾ തമ്മിലുള്ള റൂമർ അതെനിക്കിഷ്ടമാണ്. ഈ ഒരു സീനോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. സേജിൻ മീരയിൽ വീണ് കിടക്കാണോ? അതുപോലെ തൻ്റെ രഹസ്യങ്ങളെല്ലാം ഹോസു അറിഞ്ഞെന്ന കാര്യം മീജി മനസ്സിലാക്കൂ. വരുന്ന എപ്പിസോഡുകളിലായിട്ട് നോക്കാം.